വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. നമ്മളിൽ കുറേ പേർക്ക് മീൻ ഫ്രൈ ചെയ്തത് ഇഷ്ടമുണ്ടാവും. പക്ഷെ ഓയിലും വെളിച്ചെണ്ണയിലെല്ലാം ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കഴിക്കാതെ മാറ്റി വെക്കുന്നവരുണ്ടാവും. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത്. ഒരു തുള്ളി പോലും ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ മീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു വാഴയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മസാല പുരട്ടുന്നത് പോലെ തന്നെ മീനിലേക്ക് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ ഒരു തുള്ളി പോലും ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മസാല ഏത് വേണമെങ്കിലും പറഞ്ഞ മസാല വേണമെങ്കിലും അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. വാഴയില എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വലുത് തന്നെ എടുത്തോട്ടോ. കാരണം ഇത് ചൂടാകുമ്പോൾ ഒന്ന് ചുരുങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുത് തന്നെ എടുത്തോ. ഞാൻ എടുത്തത് കുറച്ച് ചെറുതായിപ്പോയി. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ ഫുള്ള് നിറയെ മീൻ വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ മീനിന്റെ അകത്തുള്ള എണ്ണ തന്നെ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മീനിലുള്ള എണ്ണയിൽ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം ചൂടാവുമ്പോൾ തന്നെ ഈ മീനിന്റെ അകത്തുനിന്ന് എണ്ണ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. ആ എണ്ണയിൽ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ ചെറിയ മത്തി ആയതുകൊണ്ടാണ് തിരിച്ചിട്ട് കൊടുക്കാനുള്ള ഇത്രയും പണിയുള്ളത്. വലിയ മീനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വാഴയിലന്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പൊ ഇതാ ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ രണ്ട് സൈഡും ഞാൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ മീനെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളം എടുക്കുക, അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം എടുത്താലും മതി. എന്നിട്ട് നമ്മൾ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ കൈ കഴുകിയാൽ മതി. അങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മീനിന്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ചിട്ട് കൈ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. കയ്യിൽ ഫുള്ളായിട്ട് ഇതുപോലെ വാഴയില ഉരച്ച് കൊടുത്താലും നമ്മുടെ കയ്യിൽ മീനിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ എല്ലാവരും ഉള്ളി കട്ട് ചെയ്യാറുണ്ട്. ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കെങ്കിലും കണ്ണിന്ന് വെള്ളം വരുന്ന പ്രശ്നം വരാറുണ്ട്. നമ്മൾ കുറെ പരീക്ഷണങ്ങളിലും ചെയ്ത് നോക്കിയിട്ടും ഒരു റിസൾട്ടും കിട്ടാത്ത ഒരു സംഭവമാണിത്. അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഇതേപോലത്തെ ഒരു ടവൽ എടുക്കുക. ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്താലും മതി. ടവൽ ആണെങ്കിൽ കോട്ടന്റെ എടുക്കണേ. എന്നിട്ട് നിങ്ങൾ അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് പിഴിയുക. വെള്ളം ഫുള്ള് കളയരുത്, കുറച്ച് വെള്ളം അതിൽ വേണം. എന്നിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്നതിന്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ ടവല് വെള്ളാക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കണ്ണിന്ന് വെള്ളം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മുടെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ സിങ്കിന്റെ സൈഡിലെല്ലാം ഇഷ്ടം പോലെ ഇതേപോലെ കച്ചറ ഉണ്ടാവും. നമ്മൾ ഇനി എത്ര തേച്ച് കഴുകി കഴിഞ്ഞാലും ഇതിന്റെ സൈഡിലെല്ലാം ഇതേപോലെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കറയെല്ലാം എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ടൂത്ത് പേസ്റ്റ് ആണ് ആക്കി കൊടുക്കേണ്ടത്. ടൂത്ത് പേസ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വൈറ്റ് റെഡ് ഏത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സ്ഥലത്തും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഫുള്ള് കച്ചറയും ഇളക്കി വരാൻ തുടങ്ങും. എത്ര പഴകിയ സിങ്കാണെങ്കിൽ പോലും നമുക്ക് പുതിയതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഇതേപോലെ ടൂത്ത് പേസ്റ്റ് വെച്ച് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്താൽ മതിയും. ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. ഡെയിലി നിങ്ങൾ സാധാരണ ക്ലീൻ ആക്കുന്ന പോലെ തന്നെ ക്ലീൻ ആക്കിയാൽ മതി. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ മറ്റോ നമ്മൾ ഇതേപോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ അഴുക്കും ഇതേപോലെ ഇളക്കി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പൊ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മളെല്ലാവരും പരിപ്പ് പോലത്തെ ഐറ്റംസ് എല്ലാം ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഉറുമ്പിന്റെയും പ്രാണികളെല്ലാം ശല്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്.
നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ 2-3 ഗ്രാമ്പു അതിലിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഉറുമ്പിന്റെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെ പരിപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് പഞ്ചസാരയിലും ഇത് തന്നെ ചെയ്യാം. ഉറുമ്പിന്റെ പ്രശ്നമൊന്നും വരില്ല. 2-3 ഗ്രാമ്പു അതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലൊന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.